സർപ്പ വളണ്ടിയർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സംസ്ഥാന സർപ്പ കോർഡിനേറ്റർ. ഇന്ധന ചെലവ് ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വളണ്ടിയർമാർ പിടിക്കുന്ന പാമ്പുകൾ ഉടൻ തന്നെ ഏറ്റെടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും കോർഡിനേറ്റർ മുഹമ്മദ് അൻവർ പറഞ്ഞു. നമ്മൾ പിടിച്ചു വെക്കുന്ന പാമ്പുകളെ ഇത് സർക്കാർ സംവിധാനത്തിലെങ്കിൽ ഫോറസ്റ്റ് RRDമാർ വന്ന് കൊണ്ടുപോകാഞ്ഞാൽ നമുക്കിതിന് പിടിക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഞാനൊക്കെ ഈ മേഖലയിൽ നിന്ന് റെസ്ക്യൂ നിർത്തുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്, പാമ്പിനെ പിടിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവസ്ഥ അതാണ്. സർക്കാർ ഭാഗത്തുനിന്ന് അതിൽ കൊണ്ടുകൊടുത്താലും ഒന്നും കിട്ടില്ല, ഒരില്ല. നമ്മൾ പെട്രോളും കത്തിച്ച് പോവുക ഒരു സേവനമാണിത്. ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് റെസ്ക്യൂ നിർത്തുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ ജീവൻ പണയം വെച്ചുള്ള പാമ്പ് പിടുത്തമാണ് സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാർ നടത്തുന്നത്. എന്നാൽ പിടിക്കുന്ന പാമ്പുകളെ വനംവകുപ്പ് ഏറ്റെടുക്കാത്തതുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ വളണ്ടിയർമാർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ നൽകിയ വാർത്തയിലാണ് സംസ്ഥാന സർപ്പ കോർഡിനേറ്റർ മുഹമ്മദ് അൻവറിന്റെ പ്രതികരണം. ഇവർ വോളണ്ടിയേഴ്സ് സമയം ചെലവാക്കിയിട്ടാണ് അവർ പോയി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത്. വോളണ്ടറി സർവീസ് ആണ്. ഇനി അതുകൂടാതെ കാശും കൂടെ ചെലവാക്കി പെട്രോൾ അടിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. അത് സ്പെസിഫിക് ആയിട്ട് എവിടെ നിന്നാണ് ഡിലേ വന്നതെന്നുള്ളത് അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്കൊരു പെട്രോൾ എക്സ്പെൻസ്, ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ അവർ ഫിനാൻഷ്യലി കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. സർപ്പ കോർഡിനേറ്ററുടെ ഇടപെടൽ വളണ്ടിയർമാർക്ക് ആശ്വാസമാണ്. സമീർ സി മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്.